ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത് പ്രണാമം എന്ന ചിത്രത്തിൽ. ഭരതേട്ടൻ പറഞ്ഞു നീ തന്നെ ചെയ്യണം, ബിക്കോസ് ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു അതിൽ ഏറ്റവും ചെറിയ പയ്യനും പിന്നെ ആ ഒരു ഇന്നസെൻസ് ഇൻ ദാറ്റ് ആ ഒരു ട്രാൻസിഷൻ വോയിസ് മാറുന്ന സമയത്തുള്ള ആ ഒരു നേസൽ ടോണും കൂടെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് അത് ഇഷ്ടം. അങ്ങനെ പ്രണാമമാണ് ഞാനതിൽ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. ഹരിഹരൻ സാറിൻ്റെയും MT സാറിൻ്റെയും പടങ്ങളിൽ ചെയ്യുമ്പം അവിടെ എന്തായാലും മെയിൻ റോൾ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും 2 ദിവസം മുമ്പേ സെറ്റിൽ ഉണ്ടാവണം. സോ ആ വരുന്നത് ഫോർ യുവർ പ്രിപ്പറേഷൻ, വന്ന് സ്ക്രിപ്റ്റ് വായിച്ച് ഫുൾ തറോ ആയിരിക്കണം. സോ നമ്മൾ സെറ്റിലെത്തി കഴിയുമ്പം ഹരൻ സാറൊക്കെ ആദ്യം ചോദിക്കുക സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അപ്പം യെസ് യു ആർ തറോ വിത്ത് ദ ഹോൾ സ്റ്റോറി ലൈൻ എന്നുള്ളത്. സോ അതൊരു ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. എൻ്റെ ഒരുപാട് ആദ്യത്തെ ഇനിഷ്യൽ ഫിലിംസ് ഇപ്പം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പോൾ, അതുപോലെ നക്ഷതങ്ങൾ, അമൃതംഗമയ, ഇടനാഴിയിലൊരു കാലച്ച, ഇതിൻ്റെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പോയ ഉടനെ ആ സ്ക്രിപ്റ്റ് തരും. സോ അത് ആൻഡ് ഇരുന്ന് വായിക്കുക എന്നുള്ളത് ആ സമയത്ത് ഇപ്പം ആ ഒരു പ്രായത്തിൽ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇപ്പോൾ രാവിലെ തുടങ്ങിയാൽ ചിലപ്പോൾ രാത്രി വരെയൊക്കെ പോകും. ഇത് അത്രയും ഡീറ്റെയിൽഡ് സീൻസും ഇതൊക്കെ ആയിരിക്കും. എനിക്ക് നല്ല ഓർമ്മയുണ്ട് 2 അവസരങ്ങളിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരുപാട് ചില ഇമോഷൻ സീൻസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഉള്ളിൽ സങ്കടം വന്ന് കരഞ്ഞും പോകാൻ അറിയാതെ. പക്ഷെ എനിക്ക് വളരെയധികം ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്ത 2 ഇൻസിഡൻസ്. ഒന്ന് ഗസൽ ഷൂട്ട് ചെയ്യുമ്പം വിദ്യാമ്മയുടെ കൂടെ ഒരു വെരി ഇമോഷണൽ സീനുണ്ട്. അതായത് ശ്രീവിദ്യാമ്മയ്ക്ക് ഒരു മകനെ പോലെയാണ് ഈ കഥാപാത്രം മുനീർ എന്ന് പറഞ്ഞാൽ അതിലെ. സോ അങ്ങനെ ഒരു വെരി ഇമോഷണൽ സീനിൽ ശ്രീവിദ്യാമ്മയുടെ ഒരു വളരെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇമോഷണൽ സീൻസിൽ അവർ ഷീൽ ക്രൈ. വളരെ മനോഹരമായിട്ടാണ് അവരുടെ കരച്ചിലിനും ഒരു ഭംഗിയായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ആക്ട്രസ് ആയിരുന്നു വിദ്യാമ്മ. സോ ആ വിദ്യാമ്മയുടെ കൂടെ ഗസലിലും കാബൂളി വാലയിലും ചെയ്യുമ്പോൾ എനിക്ക് 2 വെരി ഇൻറ്റൻസ് ഇമോഷണൽ സീൻസ്. ഞാൻ വിദ്യാമ്മയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഐ ക്രൈഡ് ഇൻ ദ ഷോട്ട്. സോ അങ്ങനെ എസ്പെഷ്യലി കാബൂളി വാലയിൽ ഈ ഈ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഈ വാതിലൊക്കെ തുറന്നു വെച്ചിട്ട് ഇവൻ പതുക്കെ പോകുമ്പോൾ ഈ അമ്മ പറയും ഞാൻ തന്നെ മോനെ തുറന്നു വെച്ച് നീ പോയിക്കോ, യു ബി ഹാപ്പി. മോനെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് തോന്നുന്നു അത് ഈ അമ്മയുടെ ഒരു പെയിൻ. സോ ആ ഷോട്ടിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വിദ്യാമ്മ സ്റ്റാർട്ടഡ് ക്രൈങ്. ഒരു ഷെയ്ഡ് ഓഫ് നെഗറ്റീവ് ടച്ച് എന്ന് പറഞ്ഞാൽ കമലദളത്തിലെ ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് റോൾ, പക്ഷേ അതിലൊരു എലിമെൻറ്റ് ഓഫ് ജെലസിയും ഒക്കെ ഉണ്ടല്ലോ ഈ കഥാപാത്രത്തിൽ ലാലേട്ടൻ്റെ ക്യാരക്ടറിനോട്. അതിന് അതിൽ ഇവൻ്റെ ആ ദേഷ്യം കാരണം ആക്ച്വലി ഫാക്റ്റ് അറിയാതെ ഇയാളെ പോയ്സനെയാണ്. സോ അങ്ങനത്തെ അതിൻ്റെ ഒരു നെഗറ്റീവ് അംശം. സോ അതാണ് കമലദളത്തിലായിരുന്നു ഒരു നെഗറ്റീവ് ടെൻജുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തത്. ഡാൻസിങ് ഓഫ് കോഴ്സ് സിനിമയിൽ ഒരു ട്രെയിൻ ഡാൻസർ എന്ന നിലയിൽ ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ. എനിക്കൊരു സോങ് സീക്വൻസ് പറഞ്ഞാൽ എനിക്കൊരു ആഡഡ് എക്സൈറ്റ്മെൻ്റ് ആണ്. നോർമലി ഇറ്റ്സ് ദ അതർ വേ. സോങ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെൻഷനും എനിക്ക് ഭയങ്കര സന്തോഷമാണ് സോങ്. അതും ഡാൻസിങ്ങുള്ള സോങ് എന്ന് പറഞ്ഞാൽ ഐ എം ഓവർ എക്സൈറ്റഡ്. അതിൻ്റെ റിഹേഴ്സൽ ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ആ കൊറിയോഗ്രാഫേഴ്സ് എപ്പോൾ എത്തുന്നു അവരെ നേരെ പോയി കണ്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഹൗ ഹാവ് യു കൺസീവ് ദിസ് സോങ്. ഇപ്പം ഹെവി ഡാൻസിങ് ഉള്ള സോങ് ആണെങ്കിൽ നമുക്ക് റിഹേഴ്സൽ ചെയ്യണം, റിഹേഴ്സ് ചെയ്തെല്ലാം ഫിക്സ് ചെയ്യണം മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു ക്ലാസിക്കലി ബേസ്ഡ് സോങ് ആണെങ്കിൽ മാസ്റ്ററുമായിട്ട് ഞാനും ഡിസ്കസ് ചെയ്യും, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, കാൻറ്റ് വി ഡു ദീസ് മൂവ്മെൻറ്റ്സ്. And very supportively they will accept it if it's interesting. അങ്ങനെ we'll totally create it's a wonderful experience. എനിക്ക് എപ്പോഴും ഡാൻസിങ് ഇൻ സിനിമ has always been a great experience for me. ആദ്യ സിനിമ തിയേറ്ററിൽ ഇടനിലങ്ങളാണ് ഞാൻ ആദ്യം കാണുന്നത്. തലശ്ശേരിയിലെ ഒരു തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആൻഡ് എന്തൊക്കെയാണ് ലൈക്ക് ഹൗ ഡു യു ലുക്ക് ഓർ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ. പക്ഷെ അത് അനലൈസ് ചെയ്യാനൊന്നും ഒരു 4-5 പ്രാവശ്യം കാണണം. പക്ഷെ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷെ നക്ഷതങ്ങൾ ഞാൻ ഒരുപാട് പ്രാവശ്യം, അതായത് പല പല അവസരങ്ങളായിട്ട് പലരുടെ കൂടെയും പോയിട്ട് മദ്രാസിൽ തന്നെ അന്ന് പ്രിവ്യൂസ് ഉണ്ടായിരുന്നു. സോ ഹരൻ സാർ പ്രിവ്യൂസ് ഇടുമ്പോൾ ഒക്കെ ഞങ്ങളും പോവായിരുന്നു കാണാൻ പടങ്ങൾ. സോ അങ്ങനെ പലതവണ നക്ഷതങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ മ്യൂസിക്, ആ റീ റെക്കോർഡിങ് വാസ് വെരി ഹോണ്ടിങ്. നല്ല സിനിമകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകർ പുതിയ എക്സ്പെരിമെൻറ്റ്സ്, ഇപ്പം പുതിയ സംവിധായകരും പുതിയ ആർട്ടിസ്റ്റും ഒക്കെ കൂട്ടായ്മയോടുകൂടി തരുന്ന പുതിയ എക്സ്പെരിമെൻറ്റ്സ് 2 കൈയോടുകൂടും സ്വീകരിച്ച് അത് സക്സസ്ഫുള്ളാക്കുന്ന പ്രേക്ഷകരോട് വളരെയധികം നന്ദിയുണ്ട്. തീർച്ചയായിട്ടും അവരുടെ അത്തരം പ്രോത്സാഹനമാണ് ഇത്തരം ന്യൂ ഫിലിം മേക്കേഴ്സിന് ഒരു മോട്ടിവേഷനാണ്. തീർച്ചയായിട്ടും ഇത്തരം സിനിമകളോടും, ബിക്കോസ് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരുപാട് ബ്രില്യൻ്റ്ലി ടാലൻറ്റഡ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്, യങ്സ്റ്റേഴ്സ്.
സോ അവർക്ക് ഇത്തരം എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ഒരുപാട് ഈ ന്യൂ തീംസ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവീസ് അല്ലെങ്കിൽ വളരെ ഇൻറ്റൻസായ ചില തീംസ് നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യാത്ത ചില തീംസ് ഉള്ള പടങ്ങളൊക്കെ സക്സസ്ഫുൾ ആകുമ്പം അത് ഇറ്റ്സ് എ ഗ്രേറ്റ് മോട്ടിവേഷൻ ഫോർ അതിന് ആദ്യം പ്രേക്ഷകരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു.